കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച തൃശൂർ പബ്ലിക് ലൈബ്രറിയുടെ പുതിയ കെട്ടിടം തെരുവ് നായ്ക്കളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി മാറുന്നു. വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതും അഗ്നിരക്ഷാ സംവിധാനം ഇല്ലാത്തതുമാണ് കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാൻ തടസ്സമായിരിക്കുന്നത്. 1.5 നൂറ്റാണ്ടിലേറെ കാലത്തെ ചരിത്രം പേറുന്ന തൃശൂരിന്റെ സ്വന്തം അക്ഷരഖനിയായ ജില്ലാ പബ്ലിക് ലൈബ്രറിക്കായി ടൗൺഹാളിന് പുറകുവശത്തായി PWD റെസ്റ്റ് ഹൌസിനോട് ചേർന്ന് പുതിയതായി നിർമ്മിച്ച കെട്ടിടമാണ് നാളേറെയായി അനാഥമായി കിടക്കുന്നത്. 5 കോടിയിലധികം രൂപ ചിലവഴിച്ച് 3 നിലകളിലായി 17,000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച കെട്ടിടമാണ് തെരുവ് നായ്ക്കളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും വിഹാര കേന്ദ്രമായി മാറിയത്. PWD ആണ് കെട്ടിടം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കെട്ടിടത്തിന് നമ്പറോ വൈദ്യുതി കണക്ഷനോ ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല 3 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടത്തിൽ അഗ്നിരക്ഷാ സംവിധാനം ഒരുക്കുന്നതിലും പൊതുമരാമത്ത് വകുപ്പിന് പാളിച്ച സംഭവിച്ചു. ഇതെല്ലാം ഒരുക്കിയ ശേഷം മാത്രമേ പുതിയ ലൈബ്രറി കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാനാകൂ. എന്നാൽ വൈദ്യുതി കണക്ഷനുള്ള അനുമതി ലഭിച്ചതായും താൽക്കാലിക അഗ്നിരക്ഷാ സംവിധാനം ഒരുക്കി അധികം വൈകാതെ തന്നെ പബ്ലിക് ലൈബ്രറി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനാകുമെന്നും ലൈബ്രറി ഭാരവാഹികളും പറയുന്നു. വളരെ അപൂർവമായ പുസ്തക ശേഖരമടക്കം 1.25 ലക്ഷത്തിലേറെ വരുന്ന പുസ്തകങ്ങളുടെ സംരക്ഷകരായ തൃശൂർ പബ്ലിക് ലൈബ്രറി സ്ഥലപരിമിതിയാൽ വീർപ്പുമുട്ടുകയാണ്. കൂടാതെ കെട്ടിടത്തിന്റെ ചോർച്ചയും പുസ്തകങ്ങളുടെ സംരക്ഷണ കാര്യത്തിൽ ഇവർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. TCV ന്യൂസ്, തൃശൂർ.